എൻ്റെ കൂടെ ഈ ക്യാമറ കണ്ണുകൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് റഫീഖിനെ മാറ്റി ഇതിൻ്റെ വയ്യ പോരല്ലേ, ആൾക്കാർ വേറെന്തോ തെറ്റിദ്ധരിക്കും, അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇന്നലെ വയനാട്ടിൽ ചൂരൽമലയിൽ മമ്മൂക്ക വന്നിരുന്നു. മമ്മൂക്ക വന്ന് കൂടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖും ഉണ്ടായിരുന്നു. റഫീഖാണ് ഇദ്ദേഹത്തിന് വരാനുള്ള വഴികളൊക്കെ ഒരുക്കി കൊടുക്കാൻ, എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ വന്ന് നീ എന്തിനാ എൻ്റെ പിന്നാലെ എങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. എനിക്ക് മമ്മൂക്കനോട് ഒറ്റ ചോദ്യം, എങ്ങനെയാണ് റഫീഖ് അവിടെ എത്തിയത് നിങ്ങൾ പറയാതെ? ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലല്ലോ, ഒരു ജില്ലയിൽ നിന്നെങ്കിലൊക്കെ ഓടി വരണ്ടേ? അപ്പോൾ നിങ്ങൾ അറിയിക്കാതെ, CPM നേതൃത്വം അറിയിക്കാതെ എങ്ങനെ റഫീഖ് അവിടെ വന്നു? 2, ഈ റഫീഖ് അടക്കമുള്ളവർ, സിദ്ദീഖ് അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു വലിയൊരു സംരംഭം കാണാനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ അവിടെ അഭിനയിക്കുകയാണ്. റിയാലിറ്റി ആയിരുന്നു. അന്ന് മുതൽ ഈ MLA ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും ഈ ഉരുള് പൊട്ടി അന്ന് മുതൽ ഇന്ന് വരെ ആൾക്കാർ, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിനു മുമ്പ് സിദ്ദീഖും അവിടെ ഒരു അപമാനിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, ജനങ്ങളൊക്കെ കൂവിയപ്പം DYFIൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് വന്നിട്ട് കൂവല്ലേ എന്ന് പറഞ്ഞ് ഓടിക്കാട്ടിച്ചായിട്ട് നിർത്തുന്ന അപമാനമാണത്. ഏതൊരു കുട്ടിയെ ആൾക്കാരുടെ ഇടയിലിട്ട് അപമാനിച്ചാലും അപമാനം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ ക്യാമറ കണ്ണുകൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് റഫീഖിനെ മാറ്റി ഇതിൻ്റെ വയ്യ പോരല്ലേ, ആൾക്കാർ വേറെന്തോ തെറ്റിദ്ധരിക്കും, അങ്ങനെയൊക്കെ പറയായിരുന്നു. നിങ്ങൾ അതൊന്നും പറയാതെ വലിയ ആ മെഗാസ്റ്റാർ ചമഞ്ഞിട്ട് നീ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത്, ക്യാമറ ആൾക്കാരൊക്കെ ഉണ്ടെന്നും നിങ്ങൾക്കറിയാം. രാവും പകലും സിദ്ദീഖൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടാളും എൻ്റെ സുഹൃത്തുക്കളാണ്, വസീഫാണേലും സിദ്ദീഖാണേലും ഒക്കെ. ഞങ്ങൾ ഒരുമിച്ച് വസീഫ് നാട്ടുകാരനാണെങ്കിലും മറ്റവന് ഞങ്ങൾ ഒരുമിച്ചൊക്കെ കുറേ രാഷ്ട്രീയം കളിച്ച് നടന്നവരാ. പക്ഷേ നിങ്ങൾ അപമാനിച്ചാലും അത് അപമാനം തന്നെയാണ്. നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിച്ചേ പറ്റൂ. കാരണം 32ാമത്തെ വയസ്സിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായ മനുഷ്യനാണ് റഫീഖ്. അവൻ ചില്ലറക്കാരനൊന്നുമല്ല, അവൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ എത്തിയത്. അവൻ്റെ കഴിവ് തന്നെയാണ്. ഈ കഴിവുള്ള ഇങ്ങനത്തെ ആൾക്കാരെ ഇടയിലിട്ട് അപമാനിച്ചത് തീരെ ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ.